Hi students, today we are moving on to the pricing methods. Last day we were discussing the steps in formulating the pricing and all. So today we are moving on to what is meant by pricing methods. നമ്മൾ പല രീതിയിലുള്ള പ്രൈസിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ പോളിസീസ് അല്ലെങ്കിൽ അപ്രോച്ചസ് ആണ് അഡോപ്റ്റ് ചെയ്യുക. ഓരോ ഫേംസിനെ ബേസ് ചെയ്ത് അവരുടെ പ്രൊഡക്ട്സ് എന്താണോ അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൈസിങ് മെത്തേഡ് സെലക്ട് ചെയ്യണം. ഓൺലി ദെൻ അവർ പ്രൊഡക്റ്റ് വിൽ റീച്ച് ദ കസ്റ്റമേഴ്സ് ഇൻ ദ പ്രോപ്പർ വേ ആൻഡ് വി വിൽ ഗെറ്റ് ദി ബെറ്റർ സെയിൽസ്. അപ്പോൾ എന്തൊക്കെ രീതിയിലാണ് നമുക്ക് പ്രൈസിങ് ഫിക്സ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഏതെല്ലാം പോളിസീസ് ആണെന്നുള്ളതാണ് ഇനി പഠിക്കേണ്ടത്. സോ വാട്ട് ആർ ദ മേജർ ടൈപ്സ് ഓഫ് പ്രൈസിങ് പോളിസീസ്? നമുക്ക് നോർമലി പറയാം 4 രീതിയിലുള്ള പ്രൈസിങ് പോളിസീസ് ഉണ്ട്. ദാറ്റ് ഈസ് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി, വാല്യൂ ബേസ്ഡ് പ്രൈസിങ് പോളിസി, ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി, കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ ടേംസ് കേൾക്കുമ്പോൾ തന്നെ കോസ്റ്റ്, വാല്യൂ, ഡിമാൻഡ് ആൻഡ് കോമ്പറ്റീഷൻ. കോസ്റ്റ് എന്ന് പറയുന്ന നമുക്ക് എത്രത്തോളം ചിലവ് വന്നു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആ ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര ചിലവ് വന്നു അതിനെ ബേസ് ചെയ്ത്. സെക്കൻഡ്, വാല്യൂ ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ കസ്റ്റമേഴ്സിന് എന്ത് വാല്യൂ ആണ് ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നത് അതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. തേർഡ് വൺ, ഡിമാൻഡ് ഓറിയൻറ്റഡ്. ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ പ്രൈസ് കൂട്ടുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവും. ഡിമാൻഡ് കുറയ്ക്കുമ്പോൾ നമ്മൾ സെയിൽസ് കൂട്ടാൻ വേണ്ടി പ്രൈസ് കുറയ്ക്കുന്നുണ്ടാവും. ആൻഡ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ്. കോമ്പറ്റീഷൻ ആ പ്രൊഡക്റ്റിന് ഏറ്റവും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഡക്റ്റ് പോലെ തന്നെ വേറെയും കമ്പനികൾക്ക് അതേ സിമിലർ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി പ്രൈസ് കുറയ്ക്കും. പ്രൈസ് കുറച്ചിട്ട് കസ്റ്റമേഴ്സിനെ റീച്ച് ചെയ്യാൻ നോക്കും. അങ്ങനെ ചെയ്യുന്നതിന് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് എന്ന് പറയും. അങ്ങനെ നമുക്ക് ടോട്ടലി 4 രീതിയിലുള്ള പ്രൈസിങ് പോളിസീസ് ഡിറ്റർമിൻ ചെയ്യാം. ബേസ്ഡ് ഓൺ ദി കോസ്റ്റ്, that is cost oriented, based on the value or customer perception, that is the pricing policy, value based pricing policy. Then demand oriented pricing policy based on the demand, and competition oriented pricing policy. Okay, so first we are moving on to the cost oriented pricing policy. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാം. അപ്പോൾ ആദ്യത്തേത് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി. Cost oriented pricing policy means we will be determining the price related to the cost of producing those goods. നമ്മളുടെ പണ്ടത്തെ മെത്തേഡാണിത്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റാണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി. നമുക്ക് എത്രത്തോളമാണ് ആ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടായത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ട്രഡീഷണൽ മെത്തേഡ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ദോസ് ഗുഡ്സ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു അതിൻ്റെ പുറത്ത് കുറച്ചൊരു പ്രോഫിറ്റ് പേഴ്സൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് നമ്മളുടെ കോസ്റ്റ് കവർ ചെയ്യുന്നത് ആയിരിക്കില്ല നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. ഓൾവേസ് വി വിൽ ബി ഫിക്സിങ് എ പ്രൈസ് ഇൻ വിച്ച് ദർ വിൽ ബി എ ലിറ്റിൽ പ്രോഫിറ്റ് ഓൺ ദിസ് കോസ്റ്റ് പേഴ്സൺ. സെല്ലിംഗ് പ്രൈസ് എപ്പോഴും എങ്ങനെയാണ്, കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ്. നമ്മൾ വിൽക്കുന്നത് എപ്പോഴും ടോട്ടൽ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജിലായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ആ കോസ്റ്റിൽ എന്തെല്ലാം വരും, ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, വേരിയബിൾ കോസ്റ്റും ഉണ്ടാവും. ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ എപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു കോസ്റ്റ്. അതേപോലെ വേരിയബിൾ കോസ്റ്റ്, മെറ്റീരിയൽസിൻ്റെ ചാർജ്, അതിൻ്റെ ലേബർ ചാർജ്, അതെല്ലാം വേരിയബിൾ കോസ്റ്റാണ്. അപ്പം ഇതിൻ്റെ രണ്ടും കൂടെ സമ്മും അതിൻ്റെ കൂടെ ഒരു കുറച്ച് പ്രോഫിറ്റ് പേഴ്സൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്. അപ്പം ഇതിലെ തന്നെ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്ങിനെ തന്നെ നമുക്ക് 4 രീതിയിൽ അവർക്ക് ടൈപ്സ് ഉണ്ട്. വിച്ച് ആർ ദേ? കോസ്റ്റ് പ്ലസ് ഓർ മാർക്കപ്പ് ഓർ ഫുൾ കോസ്റ്റ് പ്രൈസിങ്, ടാർജറ്റ് പ്രൈസിങ്, ബ്രേക്ക് ഈവൻ പ്രൈസിങ് ആൻഡ് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് പ്രൈസിങ് പോളിസീസിൻ്റെ ടൈപ്സ് ആണ് 4 എണ്ണം പറഞ്ഞത്. അതിലെ ഫസ്റ്റ് വൺ കോസ്റ്റ് ഓറിയൻറ്റിലെ തന്നെ 4 എണ്ണമാണ് ഇപ്പോൾ പറയുന്നത്. കോസ്റ്റ് പ്ലസ്, ടാർജറ്റ്, ബ്രേക്ക് ഈവൻ ആൻഡ് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്. അതിലെ ഫസ്റ്റ് വൺ ഇസ് ദ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ഓർ മാർക്കപ്പ് പ്രൈസിങ് ഓർ ഫുൾ കോസ്റ്റ് പ്രൈസിങ്. ഇത് സിംപ്ലസ്റ്റ് മെത്തേഡാണ്. അത് കുറേ കമ്പനീസ് അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്. ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ കോസ്റ്റും ആഡ് ചെയ്യും, അതിൻ്റെ കൂടെ ഒരു മാർക്കപ്പ്, ഒരു സ്റ്റാൻഡേർഡ് മാർക്കപ്പ് നമ്മൾ ഫിക്സ് ചെയ്യും. ഇത്രത്തോളമാണ് നമുക്ക് പേഴ്സൻറ്റ് കിട്ടേണ്ടത് ഒരു പ്രോഫിറ്റായിട്ട്. ആ മാർക്കപ്പും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ഒരു ഇക്വേഷനായിട്ട് പറയുകയാണെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് ദ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് പ്ലസ് ദ മാർക്കപ്പ് divided by the number of units expected to sell. ഇതായിരിക്കും നമ്മുടെ പ്രൈസിംഗ് ഫോർമുല. വാട്ട് ഈസ് ദ പ്രൈസിംഗ് ഫോർമുല? ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് പ്ലസ് മാർക്കപ്പ്. പ്രൊഡക്ഷൻ കോസ്റ്റ്, സെല് ചെയ്യാനും അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എത്രയാണ് വരുന്നത്, ടോട്ടൽ കോസ്റ്റ് വന്നു. അങ്ങനെ അതിൻ്റെ കൂടെ ഒരു മാർക്കപ്പ് ചെയ്തു, ഡിവൈഡ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് എക്സ്പെക്റ്റഡ് ടു സെൽ. അപ്പോൾ ഇത് മാർക്കറ്റ് സിറ്റുവേഷനിൽ നോർമലി യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. കൂടുതൽ ഫേംസ് യൂസ് ചെയ്യുന്നത് ഇതേ മെത്തേഡാണ്. അവർക്ക് ഇപ്പം നമ്മളുടെ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്ട്സ് എല്ലാം അല്ലേ,
ചെറിയ ചെറിയ പ്രൊഡക്ട്സ് എല്ലാം അതെല്ലാം വിൽക്കാൻ വേണ്ടി അവിടെ എടുക്കുന്ന പ്രൈസ് കൂടുതലും ഈ മാർക്കപ്പ് പ്രൈസിങ് ആയിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ആയിരിക്കും. ഇത് മൂന്നും അതിൻ്റെ ടേംസ് ആണ്. കോസ്റ്റ് പ്ലസ് മാർക്കപ്പ്, ഫുൾ കോസ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം അത് നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്ട്സിനായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഇൻ വിച്ച് ദർ വിൽ ബി ലെസ് എമൗണ്ട് ഓഫ് കോമ്പറ്റീഷൻ. അപ്പോൾ ലോങ് ടേം പ്രൈസ് ഫിക്സ് ചെയ്യാനെല്ലാം ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ നമുക്ക് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനും ദിസ് മെത്തേഡ് ഇസ് വെരി ഹെൽപ്ഫുൾ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ. Second type of pricing in the cost-oriented pricing is the target pricing. That is, the selling price of a product is calculated to produce a particular rate of return on the investment for a specific volume of production. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനാണ് ടാർജറ്റഡ് എന്ന് പറഞ്ഞത്. ടാർജറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇത്രത്തോളം നമുക്ക് അതിൽ നിന്ന് കിട്ടണം എന്ന രീതിയിലൊരു ടാർജറ്റ് ഉണ്ടാവും. അപ്പോൾ അത് റീച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ടാർജറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഇലക്ട്രിക് അല്ലെങ്കിൽ ഗ്യാസ് കമ്പനീസ് എല്ലാമില്ലേ. പക്ഷെ അവർക്ക് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതുപോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, അവരൊക്കെ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ ജസ്റ്റ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് മാത്രമായിരിക്കില്ല അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദേ വിൽ ബി വോണ്ടിങ് ആൻ ടാർജറ്റ്, ഒരു ടാർജറ്റ് ഉണ്ടാവും, ഒരു ഫിക്സ് ചെയ്യുന്നുണ്ടാവും. അത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തീരുമാനിക്കുന്നതായിരിക്കും ഇത്രയും ടാർജറ്റാണ് നമുക്ക് മീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ഫിക്സ് ചെയ്യേണ്ടി വരും എന്ന രീതിയിൽ ഫിക്സ് ചെയ്തൊരു ടാർജറ്റ് വെച്ചിട്ട് നമ്മൾ വാങ്ങുന്നതിനെയാണ്, അല്ലെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ടാർജറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സെല്ലിംഗ് പ്രൈസൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഫിറ്റ്, ഒരു ഡിസൈഡ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവും, അതെല്ലാം കിട്ടുന്ന രീതിയിൽ നമ്മൾ ടാർജറ്റ് ഫിക്സ് ചെയ്ത് പ്രൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ ടാർജറ്റ് pricing method. That is the second type of cost-oriented pricing. Then the third one is the break-even pricing. Break-even pricing is the method of estimating a price at which the firm will earn neither profit nor loss on a sale. നമുക്ക് പ്രോഫിറ്റും ഇല്ല എന്നാൽ ലോസും ഇല്ലാത്ത രീതിയിൽ നമ്മളൊരു പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ഇൻ വിച്ച് ദാറ്റ് ഈസ് CP വിൽ ബി ഈക്വൽ ടു SP. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അതേപോലെ സെല്ലിംഗ് പ്രൈസ് ഒരേ രീതിയിൽ വരുന്ന ഒരു പ്രൈസിങ് മെത്തേഡാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഒന്നാവുമ്പോൾ ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന കണ്ടീഷനും. This is to fix the low price as a tool to capture the market and push out competitors. കോമ്പറ്റീറ്റേഴ്സിനെ അടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ ഈ ബ്രേക്ക് ഈവൻ പ്രൈസിങ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും ലോ പ്രൈസിൽ വെച്ച് നമ്മൾ ആ മാർക്കറ്റിനെ കീഴടക്കും. എന്ന് വെച്ചാൽ അവരുടെ കോമ്പറ്റീറ്റേഴ്സിനൊന്നും വലിയ റോൾ ഉണ്ടാകും. കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും പ്രോഫിറ്റിന് വേണ്ടി നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ നോക്കുന്നത്, നമുക്ക് മാർക്കറ്റിലൊരു പൊസിഷൻ മതി. ദാറ്റ് വിൽ ബി ദ ഒൺലി ഫോക്കസ്. വി വിൽ ബി ഫോക്കസിങ് ഒൺലി ഓൺ ദി ഇൻക്രീസിങ് ദ മാർക്കറ്റ് ഷെയർ ദാൻ ഏർണിംഗ് പ്രോഫിറ്റ്സ്. ഏർണിംഗ് പ്രോഫിറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ്. അങ്ങനെ നമ്മുടെ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ കൂട്ടും. അപ്പോൾ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താ വരിക, കുറച്ച് പൈസ മതിയായിരിക്കും, നമുക്ക് എക്കണോമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാക്കാം. പ്രൊഡക്ഷൻ സ്കെയിലിൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അത്രത്തോളം കോസ്റ്റേ ആവശ്യം വരുന്നുള്ളൂ. അതേപോലെ നമുക്ക് കോമ്പറ്റീറ്റേഴ്സിനെ പുറത്താക്കാനും പറ്റും. ദിസ് ഈസ് ദ ബ്രേക്ക് ഈവൻ പ്രൈസിങ് മെത്തേഡ്. ഫോർത്ത് വൺ ഈസ് ദ മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്. മാർജിനൽ കോസ്റ്റ് നേടുന്നത് നമ്മളൊരു എക്സ്ട്രാ യൂണിറ്റിനുണ്ടാവുന്ന ആ ഒരു ചാർജ്, അഡീഷൻ ടു ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 1 more യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിന് എന്താണ് ചാർജ് വരുന്നത്, അതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്താ ഒരു യൂണിറ്റിന് എക്സ്ട്രാ ഒരു യൂണിറ്റും കൂടെ ഉണ്ടാക്കാൻ എത്ര പൈസ വരുന്നത്, ആ പൈസ മാത്രം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റായിട്ട് ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് സെറ്റിംഗ് ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈക്വൽ ടു ദ എക്സ്ട്രാ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ആൻ ഔട്ട്പുട്ട്. അങ്ങനെ നമ്മൾ എക്സ്ട്രാ കോസ്റ്റ് റീച്ച് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ അതിൽ വേരിയബിൾ കോസ്റ്റുകളായിരിക്കും കവർ ചെയ്യാൻ നോക്കുന്നത്. എന്ന് വെച്ചാൽ വേജസ് അല്ലെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, അതെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അതേപോലെ റെൻറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വെച്ചാൽ ഫിക്സ്ഡ് കോസ്റ്റ് അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൈസിങ് മെത്തേഡാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്ങിൽ യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ മേജർ ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്. That is the cost plus or markup, full cost pricing, target pricing, break-even pricing and marginal cost pricing. കോസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്കൊരു പ്രോഫിറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ
ഫിക്സ് ചെയ്യുന്നു പ്രൈസ്. ടാർഗറ്റ് പ്രൈസിംഗ് എന്ന് വെച്ചാൽ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു കമ്പനി ആയിരിക്കും, ഗ്യാസ് കമ്പനി അല്ലെങ്കിൽ ഇലക്ട്രിക് കമ്പനി, ഓട്ടോമൊബൈൽസ്, അങ്ങനെയുള്ളവർ എന്താ ചെയ്യുക, അവരുടെ കോസ്റ്റുകൾ കവർ ചെയ്യുന്ന രീതി ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നു. ആ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതി നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ടാർഗറ്റ് പ്രൈസിംഗ്. ദെൻ ബ്രേക്ക് ഈവൻ പ്രൈസിംഗ് മീൻസ് ഇൻ വിച്ച് വി ജസ്റ്റ് ഫോക്കസ് ഓൺ ഇൻക്രീസിംഗ് ദ മാർക്കറ്റ് ഷെയർ ആൻഡ് നോട്ട് ടു ഗെയിൻ എനി കൈൻഡ് ഓഫ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. പ്രോഫിറ്റ് ഒട്ടും കിട്ടേണ്ട, ലോസും ഇല്ലാത്ത രീതി നമുക്ക് മാർക്കറ്റ് ഷെയർ കൂട്ടുക, അതുപോലെ എക്കണോമീസ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്ന മാത്രം കൺസെപ്റ്റിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനാണ് ബ്രേക്ക് ഈവൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് എ മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ്. മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു പ്രൊഡക്റ്റിനും കൂടെ എത്ര ചാർജ് വരുന്നു ആ ചാർജ് മാത്രം നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ വേരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഫിക്സ്ഡ് കോസ്റ്റ് ആ ഐറ്റത്തിൽ എത്ര വരുന്നു എന്ന് നോക്കാതെ വേരിയബിൾ കോസ്റ്റ് റീച്ച് ചെയ്യുന്ന രീതി മാത്രം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അതാണ് മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ്. So these are the 4 types of cost oriented pricing. ഈ പ്രൈസിങ് കോസ്റ്റിനെ ബേസ് ചെയ്താണ് നല്ലതാണ് എല്ലാ കമ്പനീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് മെറിറ്റ്സ് ഉണ്ടാവാം. വാട്ട് ആർ ദ മേജർ മെറിറ്റ്സ് ഓഫ് എ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി? ഇറ്റ് ഈസ് വെരി സിംപ്ലസ്റ്റ് മെത്തേഡ്. ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ്. നമ്മൾക്ക് ജസ്റ്റ് എല്ലാ കോസ്റ്റുകൾ, ഫിക്സ്ഡ് കോസ്റ്റ് എത്ര, വേരിയബിൾ കോസ്റ്റ് എത്ര, അതേപോലെ എത്ര പ്രോഫിറ്റ് നമുക്ക് വേണം, ഇത് ഫിക്സ് ചെയ്താൽ നമുക്കൊരു പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. സോ ദിസ് ഇസ് എ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഓർ ഡിസൈഡിങ് ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ്. Second, it is easy to adjust price when cost increases. In any case, if the cost of production increases, raw materials in the cost കൂടുന്നു, അല്ലെങ്കിൽ wages, salaries in the cost, salaries payment കൂടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി it will be very easy to increase the price of the product. ഈസിയാണ് നമുക്ക് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ദാറ്റ് ഇസ് ദ സെക്കൻഡ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി. തേർഡ് വൺ ഇസ് ഹെൽപ്സ് വെൻ ഫോക്കാസ്റ്റിംഗ് ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഫോക്കാസ്റ്റ് നടക്കാത്തൊരു സിറ്റുവേഷനാണ്. ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റത്തില്ല ആ പ്രൊഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ റീച്ച് ചെയ്യുമോ, മാർക്കറ്റിൽ അത് കസ്റ്റമേഴ്സ് വാങ്ങുമോ എന്നൊന്നും നമുക്കൊരു ഉറപ്പില്ലാത്ത ഒരു കണ്ടീഷനാണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, കോസ്റ്റ് കവർ ചെയ്യുന്ന രീതി, അതുപോലെ ചെറിയ പ്രോഫിറ്റ് കിട്ടുന്ന രീതി ഫിക്സ് ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് വെരി ഈസി ഇൻ ദോസ് പ്രൊഡക്ട്സ് ഹൂസ് ഡിമാൻഡ് ഫോക്കാസ്റ്റിംഗ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡു. ദെൻ ഫോർത്ത് വൺ ഇസ് ടു എൻഷുർ ദ പ്രൈസ് സ്റ്റെബിലിറ്റി. ഇതേപോലെ ആയതുകൊണ്ട് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള ഒരു ഫിക്സ്ഡ് പ്രോഫിറ്റ് എന്നുള്ള രീതി ആയതുകൊണ്ട് എപ്പോഴും പ്രൈസ് സ്റ്റേബിൾ ആയിരിക്കും. ഇറ്റ് വോണ്ട് ഫ്ലക്ച്വേറ്റ് മച്ച്, ഫ്ലക്ച്വേഷൻസ് കുറവായിരിക്കും. അപ്പം നമുക്ക് കസ്റ്റമേഴ്സിന് യൂസ്ഫുള്ളാണ്. കസ്റ്റമേഴ്സിന് അറിയാം എന്തായാലും ആ പ്രൊഡക്റ്റിന് ഇത്ര രൂപയാവുന്നുള്ളൂ. അവർ ചില പ്രൊഡക്റ്റ് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും, ഒരു പേന വാങ്ങുകയാണെങ്കിൽ തന്നെ 5 രൂപയുടെ പേന വാങ്ങാം എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ 5 രൂപയുടെ ലെക്സി പെന്നാണ് മനസ്സിൽ. പക്ഷെ അവിടെ ചിലപ്പോൾ ലെക്സി പെന്നില്ല, പക്ഷെ 5 രൂപയുടെ വേറൊരു പേന, അപ്പം ലെക്സിയുടെ തന്നെ ചിലപ്പോൾ 10 രൂപയാക്കിയെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മളത് വാങ്ങണമെന്നില്ല. നമ്മൾ 5 രൂപയുടെ പേന പ്രതീക്ഷിച്ച് പോകുന്നതുകൊണ്ട് വി വിൽ സ്വിച്ച് ഓൺ ടു അനദർ പ്രൊഡക്റ്റ്. അപ്പം അങ്ങനെ സ്വിച്ച് ഓവർ ചെയ്യാതിരിക്കുന്ന രീതി നമുക്കൊരു പ്രൈസ് സ്റ്റെബിലിറ്റി നമ്മുടെ പ്രൊഡക്റ്റിന് കൊണ്ടുവരാൻ പറ്റും ഇഫ് വി ആർ യൂസിങ് ആ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് policy. So these are the major advantages or the merits of a cost oriented pricing policy. That is, it is a very simplest method. It will be very easy to adjust price when the cost increases in any case. ഇതെല്ലാം കൊണ്ട് കോസ്റ്റ് കൂടിയ. Then helps when forecasting is not possible. Demand forecasting, when it becomes very difficult, it will be very easy to do this cost based or cost oriented pricing policy. And the fourth, to ensure the price stability. ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമുക്ക് പ്രൈസ് സ്റ്റെബിലിറ്റി ആണ് കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് മെത്തേഡാണ് ബെസ്റ്റ് സ്യൂട്ടബിൾ. ഈവൻ ഇഫ് വി ഹാവ് ദീസ് മച്ച് മെറിറ്റ്സ്, സം ഡിമെറിറ്റ്സ് ആർ ഓൾസോ ദെയർ. വാട്ട് ആർ ദ മേജർ ഡിമെറിറ്റ്സ്? നമുക്കൊരിക്കലും മാർക്കറ്റബിലിറ്റി ഓഫ് പ്രൊഡക്റ്റിന് ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. ആ പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ റീച്ച് ചെയ്യിപ്പിക്കണമെന്നൊരു ചിന്ത നമുക്ക് മനസ്സിലില്ല. നമ്മൾ നോർമലി ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ പ്രൈസ് കുറച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പെനട്രേഷൻ സ്ട്രാറ്റജിയൊക്കെ പ്രൈസിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പ്രൈസിൽ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം. പക്ഷേ ഇങ്ങനെ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് തന്നെ നമ്മൾ ഇൻക്ലൂഡഡ് ആക്കും. അപ്പോൾ ചിലപ്പോൾ അത് മാർക്കറ്റബിലിറ്റീനെ ഹെൽപ്പ് ചെയ്യത്തില്ല. ഒരു പ്രൊഡക്റ്റിനെ റീച്ച് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ മാർക്കറ്റിലൊരു വാല്യൂ കൊടുക്കാൻ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലൊരു വിശ്വാസം ഡെവലപ്പ് ചെയ്യാനൊന്നും ഈ ഒരു മെത്തേഡ് കൊണ്ട് പറ്റത്തില്ല. സെക്കൻഡ് വൺ, നോ കൺസിഡറേഷൻ ടു കോമ്പറ്റീറ്റേഴ്സ്, ബ്രാൻഡ്സ് ആൻഡ് പ്രൈസസ്.
കോമ്പറ്റീറ്ററിൻ്റെ ബ്രാൻഡ് എന്താണ്, അവരുടെ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി എന്താണ്, അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്താണ്, ഇതെല്ലാം ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. വി ആർ ജസ്റ്റ് കോൺസെൻട്രേറ്റിംഗ് ഓൺ അവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര ചിലവായി, അതിലെത്ര നമുക്ക് പ്രോഫിറ്റ് വേണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഒരു കോമ്പറ്റീറ്റർ അതിനേക്കാളും കുറച്ച് പ്രൊഡക്ഷൻ കോസ്റ്റിലാണോ ഉണ്ടാക്കുന്നത്, അവരതുകൊണ്ട് അത്രയും കുറച്ചാണോ വിൽക്കുന്നത്, കുറച്ച് പ്രൈസിനാണോ വിൽക്കുന്നത്, ഇങ്ങനെ ഒരു ഐഡിയയും നമുക്കില്ല. നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ദാറ്റ് ഈസ് ദ സെക്കൻഡ് demerit. Third one is troubles by price fluctuation. ചിലപ്പോൾ നമുക്ക് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ, ഈ കോസ്റ്റുകൾ മാറി മാറി വരുന്നു, അപ്പോൾ നമ്മൾ പ്രൈസ് ഫ്ലക്ച്വേഷൻ കൊടുക്കുകയാണെങ്കിൽ അതെപ്പോഴും ട്രബിൾ ആയിരിക്കും കസ്റ്റമേഴ്സിന് ഒട്ടും ഇഷ്ടമായിരിക്കില്ല. ദാറ്റ് ഈസ് എ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി ഡിമെറിറ്റ്. അനദർ ഓവർ പ്രൈസിങ് ഓർ അണ്ടർ പ്രൈസിങ്. ഇതേപോലെ നമുക്ക് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല. പല രീതിയിലായിരിക്കുമല്ലോ നമുക്ക് കോസ്റ്റ് വരുന്നത്, ഫിക്സ്ഡും വേരിയബിളും ആയിട്ട് പല രീതിയിലുള്ള കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ കോസ്റ്റാണ് നമുക്ക് ആയതെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ചിലപ്പോൾ അണ്ടർ പ്രൈസ്ഡ് ആയിപ്പോവും. നമുക്ക് കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലായാൽ നമ്മുടെ പ്രൈസ് ഫിക്സിങ് സംടൈംസ് ചില കേസിൽ തിരിച്ചു പോകാം. എന്നുവെച്ചാൽ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അത്ര കോസ്റ്റ് ഉണ്ടായില്ല, പക്ഷെ നമ്മൾ ചിലപ്പോൾ ഓവർ പ്രൈസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റിനെ വിൽക്കും. സോ ദർ വിൽ ബി കേസസ് ഓഫ് ഓവർ പ്രൈസിങ് ആൻഡ് അണ്ടർ പ്രൈസിങ് ഓഫ് എ പ്രൊഡക്റ്റ് ഇൻ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി. ആൻഡ് ദ ലാസ്റ്റ്, ഇറ്റ് ടോട്ടലി ഇഗ്നോർസ് ദ ഡിമാൻഡ് ഓഫ് കസ്റ്റമർ പെർസെപ്ഷൻ. ഒരിക്കലും ഡിമാൻഡിനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ പെർസെപ്ഷനെ ബേസ് ചെയ്തോ കോമ്പറ്റീഷനെ ബേസ് ചെയ്തോ ഒന്നുമല്ല നമ്മളൊരു പ്രൊഡക്റ്റിനെ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ. നമ്മൾ ജസ്റ്റ് നമ്മുടെ കോസ്റ്റ് മാത്രം നോക്കുന്നു. പുറത്ത് ആ പ്രൊഡക്റ്റിന് ഇത്ര ഡിമാൻഡ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൈസ് കുറച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ ആൾക്കാർ വാങ്ങുള്ളൂ. അത് നമ്മൾ നോക്കുന്നില്ല. അതേപോലെ കൺസ്യൂമറിന് ഇഷ്ടമാണോ നമ്മളുടെ ഇത്രയും പ്രൈസിൽ ആ പ്രൊഡക്റ്റ് വാങ്ങുമോ, അത് നമ്മൾ കൺസിഡർ ചെയ്യണില്ല. കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിന് ഇതിനേക്കാളും പ്രൈസ് കുറവാണോ, അത് നമ്മൾ കൺസിഡർ ചെയ്യണില്ല. സോ ദീസ് ആർ ദ മേജർ demerits of using a cost oriented pricing policy. That is, no consideration of the marketability of product, no consideration of the competitor's brand and the prices. Then price fluctuation can cause customer trouble. Then sometimes we will be overpricing or underpricing our product based on the difficulty in ascertaining the cost. And last, it ignores the demand of the product or the customer perception or the competition of the market. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഡിമെറിറ്റ്സ് ഉണ്ടാകാം. So we were discussing the first method, that is cost oriented pricing policy, in which we have seen the 4 types of cost oriented pricing: cost plus, target, then break even and also marginal. We have discussed what are the merits. ഇത് യൂസ് ചെയ്തുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, അതുപോലെ എന്തെല്ലാം ദോഷങ്ങളാണ് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസിയിലുള്ളത്. These were discussed. So today we are moving on to the next one also. ഇപ്പോൾ നമ്മൾ കോസ്റ്റ് ഓറിയൻറ്റഡ് മാത്രമാണ് നോക്കിയത്. ഇനി നെക്സ്റ്റ് വൺ ആണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. 4 എണ്ണത്തിൽ പറഞ്ഞ ഫസ്റ്റ് കോസ്റ്റ് ബേസ്ഡ് ഓർ കോസ്റ്റ് ഓറിയൻറ്റഡ്, സെക്കൻഡ് വൺ ഇസ് എ വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. വാല്യൂ ബേസ്ഡ് എന്ന് പറയുന്നത് എന്താ, കസ്റ്റമറിന് പെർസെപ്ഷൻ എന്താണ്, അവർ ആ പ്രൊഡക്റ്റിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നു. ഇപ്പോൾ ഒരു പേനയ്ക്ക് നമുക്ക് ഒരു പേന ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വരുന്ന ചാർജ് എത്രയാണ്, ചിലപ്പോൾ വളരെയധികം ചാർജ് വരുന്നുണ്ട്. അതിൻ്റെ അതിൻ്റെ മോൾഡിന്, അതേപോലെ അതിൻ്റെ നിബ് എല്ലാം പലത് അസംബിൾ ചെയ്തെടുക്കുന്നു. ചിലപ്പോൾ നമുക്കൊരു പേന കിട്ടുന്നത് 5 രൂപയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ 2 രൂപയ്ക്ക് കിട്ടുന്ന പേനകളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഉണ്ടാക്കാൻ ഒരിക്കലും 2 രൂപയല്ല ചിലവാകുന്നത്, ഇതിനേക്കാളും വളരെയധികം രൂപ, ചിലപ്പോൾ 10 രൂപ ചിലവാകുന്നുണ്ടാവും. പക്ഷേ ആ പേനയ്ക്ക് ഒരു കൺസ്യൂമറിൻ്റെ മനസ്സിൽ എന്താണോ വാല്യൂ ഉള്ളത് അതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രൈസ് വെക്കത്തുള്ളൂ. അതിനെയാണ് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1 രൂപ കോയിൻ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ചാർജ് 100 രൂപയാകാം, 100-100-അധികം, ചിലപ്പോൾ 1000 രൂപയാകും. അത് തുരുമ്പിക്കാത്ത രീതിയിലുള്ള മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അലോയ് ആയിരിക്കാം ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് 1 രൂപയല്ലേ ഉള്ളൂ. കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിൽ അതിന് വിലയുള്ളൂ. പക്ഷെ അത് കറങ്ങി വരുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാവുന്നുണ്ട് അതിൽ നിന്ന്, അല്ലേ? എത്രയോ ആൾക്കാരിൽ നിന്ന് 1 രൂപ കിടക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കൺസ്യൂമറിൻ്റെ മനസ്സിൽ ഒരു പ്രൊഡക്റ്റിന് എത്രത്തോളം വാല്യൂ ഉണ്ടോ അതിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ മെത്തേഡ് യൂസ്ഫുൾ ആയി വരുന്നത് എപ്പോഴും നമ്മൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ ഇമോഷൻസ് എന്താണ്, ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കസ്റ്റമറിന് എത്രത്തോളം വിശ്വാസമുണ്ട്, ആ പ്രൊഡക്റ്റിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുള്ളൂ, അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഒരു മരുന്നിനൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല വാല്യൂ കൊടുക്കുന്നത്, അപ്പം അതിന് പ്രൈസ് കൂടുതലും എടുത്താലും നമ്മൾ വാങ്ങും ഇല്ലേ. ചിലപ്പോൾ ഒരു ഗുളികയ്ക്കൊക്കെ ആയിരിക്കും വളരെയധികം പ്രൈസ് ഉണ്ടാവുന്നത്, കുഞ്ഞു ഗുളികയ്ക്കായിരിക്കും. അപ്പോൾ അതെല്ലാം വാല്യൂ ബേസ്ഡ് ആണ്. ഓക്കെ, ദെൻ ഇറ്റ് ഇൻക്രീസസ് ദ സെയിൽസ് വോളിയം ആൻഡ് ജനറേറ്റ് മോർ പ്രോഫിറ്റ്.
എപ്പോഴും ഇത് കുറച്ച് നമ്മൾ ഇതിൻ്റെ മെറിറ്റ്സാണ് പറയുന്നത്. എപ്പോഴും ഒരു കസ്റ്റമേഴ്സിന് മനസ്സിലൊരു നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ പറ്റും ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിന്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് മെറിറ്റ്. സെക്കൻഡ്, ഇറ്റ് ഇൻക്രീസ് സെയിൽസ് വോളിയം. നമുക്ക് സെയിൽസ് വോളിയം വളരെയധികം കൂട്ടാൻ പറ്റും. അതുപോലെ മോർ പ്രോഫിറ്റ് ഉണ്ടാക്കാം. പക്ഷെ ഇപ്പോൾ ഒരു 2 രൂപയുടെ പേന നമ്മൾ വാങ്ങുന്നു, ആ പേന നമ്മൾ വാങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് അത് വാങ്ങും. അതൊരു ഓട്ടോമാറ്റിക്കായി കാണുന്നതാണ്. സ്ഥിരമായിട്ട് എല്ലാവരും വാങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്, സെയിൽസ് വോളിയം വളരെയധികം കൂടും. സോ ഇറ്റ് ഹെൽപ്സ് ദ കമ്പനീസ് ടു ഇൻക്രീസ് ദ സെയിൽസ് വോളിയം ആൻഡ് ഓൾസോ ബൈ ഇൻക്രീസിങ് ദ സെയിൽസ് വോളിയം നമുക്ക് പ്രോഫിറ്റ് മീറ്റ് ചെയ്യാൻ പറ്റും. വളരെയധികം ക്വാണ്ടിറ്റീസ് സെല്ലായി പോയാൽ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് ഉണ്ടാവും. ദാറ്റ് ഇസ് എ സെക്കൻഡ് അഡ്വാൻറ്റേജ്. തേർഡ് വൺ ഇസ് ദ കസ്റ്റമർ ഓറിയൻറ്റഡ്. നമ്മുടെ കസ്റ്റമറിന് എന്താണോ പ്രൊഡക്റ്റിന് അവരുടെ വാല്യൂ, അതിനെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് കസ്റ്റമർ ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി. ദെൻ ഇറ്റ് ഈസ് ലീഡിങ് ടു ദി ലോങ് ടേം സക്സസ്. നമ്മൾ ഷോർട്ട് ടേം ആയിട്ടൊരിക്കലും പ്രോഫിറ്റ് കിട്ടുമെന്ന് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷേ ഷോർട്ട് ടേം 1 മാസത്തിനകോ 2 മാസത്തിനകോ ഒന്നും നമുക്കതിന് പ്രോഫിറ്റ് കിട്ടത്തില്ല. സംടൈംസ് ഒരു ലോങ് ബിസിനസ്സിൽ ലോങ് ടേം ആയിട്ടായിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ദാറ്റ് ഈസ് അനദർ മെറിറ്റ്. ദെൻ കസ്റ്റമർ ലോയൽറ്റി ക്യാൻ ബി ക്രിയേറ്റഡ്. ഇതുപോലെ കസ്റ്റമറിൻ്റെ അവരെന്ത് വാല്യൂ കാണുന്നു അതിനെ ബേസ് ചെയ്തല്ലേ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കസ്റ്റമറിന് അതൊരു ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യുക. അവർ സ്ഥിരമായിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാനൊരു ചാൻസ് കൂടും. ഇപ്പോൾ ഫാഷൻ ബ്രാൻഡ്സിനൊക്കെ എന്ന് വെച്ചാൽ ഹയ്യർ പ്രൈസാണ് വയ്ക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ടൈറ്റൻ്റെ വാച്ച് അല്ലെങ്കിൽ റോൾസ് റോയ്സിൻ്റെ കാറ്, ഇതിനൊക്കെ എന്ന് വെച്ചാൽ കസ്റ്റമറിനല്ല ഫാഷൻ കാണിക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ഡ്രസ്സിൽ തന്നെ ചില ബ്രാൻഡഡ് പ്രൊഡക്ട്സിനെല്ലാം റേറ്റ് കൂടുതലാണ്. ബിക്കോസ് ഇൻ ദ കസ്റ്റമേഴ്സ് മൈൻഡ് ഓർ ഇൻ ദെയർ പെർസെപ്ഷൻ ഇറ്റ് ഈസ് ഹാവിങ് സം ഹയർ വാല്യൂ. സോ വി ക്യാൻ ചാർജ് ഹയർ പ്രൈസ് ടു. അതാണ് ഇതിൻ്റെ വേറൊരു മെറിറ്റ് തന്നെ. പിന്നെ മെയിൻറ്റെയിൻസ് ഗുഡ് റിലേഷൻസ് വിത്ത് ദ കസ്റ്റമേഴ്സ്. ആസ് ദ pricing is only based on the customer perception, always the customers will be loyal to us and they will have a good relation with us. കമ്പനി ആയിട്ടൊരു നല്ല റിലേഷൻ ബിൽഡ് ചെയ്യാനും കസ്റ്റമേഴ്സിന് പറ്റും if the company is adopting a value-based pricing method. So these are the major merits of using a value-based pricing. That is good attitude among the customers, then increase sales volume and also generates more profit. It is customer-oriented. Long-term success will be gained by the company. Then customer loyalty can be created and also it will maintain a good relationship with the company, with the customers. The company can have a good relationship with the customers. So these are the merits of value based. പക്ഷേ കസ്റ്റമറിനെ ബേസ് ചെയ്ത് തന്നെ നമ്മൾ പ്രൈസ് വയ്ക്കുന്നതുകൊണ്ട് കുറേ കുഴപ്പങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് ഉണ്ട്. വാട്ട് ആർ ദേ? ദിസ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഇസ് വെരി കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. നമ്മൾ കസ്റ്റമറിൻ്റെ പെർസെപ്ഷൻ എങ്ങനെ അറിയുന്നത്? നമ്മൾ പതുക്കെ രീതി കസ്റ്റമേഴ്സിൻ്റെ സർവേ എടുത്ത് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തി എല്ലായിടത്തെ കസ്റ്റമേഴ്സിന് എന്താണ് പ്രിഫറൻസ് എന്ന് അറിയണമല്ലോ. സോ ഇറ്റ് വിൽ ബി ഹാവിങ് ആൻ എക്സ്റ്റെൻസീവ് മാർക്കറ്റ് റിസർച്ച് റിക്വയർഡ്. അതേപോലെ ഒരു കസ്റ്റമർ സർവേ നടത്തേണ്ടി വരും. ഇതെല്ലാം വെച്ച് നമുക്ക് കസ്റ്റമർ പെർസെപ്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതും ചിലപ്പോൾ ശരിയാവണമെന്നില്ല. ചില കസ്റ്റമേഴ്സ് നമ്മളൊരു പ്രൊഡക്റ്റിനെ പറ്റി ചോദിച്ചാൽ നല്ല പ്രൊഡക്റ്റാന്നൊക്കെ പറയും, പക്ഷെ അവരുടെ മനസ്സിൽ ചിലപ്പോൾ അതാവണമെന്നില്ല. സോ it is very difficult, it is time consuming, and as it requires greater efforts in research and service, it is costly too. That is the first method, first demerit of value based pricing. Second one is no uniformity in the value perception of customers. ഒരു കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റിനെ തെറ്റിയിട്ടുള്ള വാല്യൂ വേറൊരാൾക്ക് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ആപ്പിൾ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ആപ്പിൾ പ്രൊഡക്റ്റ് ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്, എന്നാൽ അതിൻ്റെ ഹാൻഡി അല്ല അല്ലെങ്കിൽ അതിന് അത്രയും കസ്റ്റമർ ഫ്രണ്ട്ലി അല്ല പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കുന്ന വേറെ കുറേ പേരുണ്ട്. പക്ഷെ അതിന് കുറേ ഫെസിലിറ്റീസ് ഒന്നും നമുക്ക് ആൻഡ്രോയിഡ് കിട്ടുന്ന അത്രയും കിട്ടാറില്ല. പക്ഷെ അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അതിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പം ചിലപ്പം അങ്ങനെ ഡിഫറൻസ് വരും. കസ്റ്റമറിൻ്റെ പെർസെപ്ഷൻ, ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള പെർസെപ്ഷൻ യൂണിഫോം അല്ല, കൺഫേം അല്ല. അതുകൊണ്ടും ഒരു ഡിമെറിറ്റാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് ഇഷ്ടമാണ് എന്ന് വിചാരിച്ച് നമ്മളൊരു പ്രൊഡക്റ്റിന് ഹൈ പ്രൈസ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സും വാങ്ങണമെന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. തേർഡ് വൺ ഇസ് ഇറ്റ് ഡസൻ ഗീവ് അഡ്വക്കേറ്റ് കൺസിഡറേഷൻ ടു ദ കോസ്റ്റ് ആൻഡ് ദ കോമ്പറ്റീഷൻ ഫാക്ടേഴ്സ്. വാല്യൂ ബേസ്ഡിൽ നമ്മൾ ജസ്റ്റ് കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് മാത്രം നോക്കുന്നു. അപ്പോൾ അതിന് എത്രത്തോളം ചാർജ് ആയിരുന്നോ, എത്രത്തോളം മാർക്കറ്റിന് അതിന് ഡിമാൻഡ് ഉണ്ടെന്നോ, ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ പ്രൊഡക്റ്റിന് എത്രയാണ് പ്രൈസ്, ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ ആപ്പിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചാർജിന് എത്രയോ ഇരട്ടി ആയിരിക്കാം ചിലപ്പോൾ അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്.
ചിലപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള വേറെ കമ്പനീസ്, മൊബൈൽ കമ്പനീസ് ഒന്നും ആപ്പിളിന് അത്രയും വിലയില്ല അവരുടെ മൊബൈൽസിന്. അപ്പോൾ ചിലപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് എന്താ ചെയ്യുക, ആൻഡ്രോയിഡ് ഫോൺസ് അല്ലെങ്കിൽ വേറെ കമ്പനീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ ദേ ഗീവ് ലെസ് കൺസിഡറേഷൻ ഓൺ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ ദി കോമ്പറ്റീഷൻ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് റിക്വയർസ് മോർ ഡേറ്റ ഗ്യാതറിംഗ് ആൻഡ് അനാലിസിസ്. കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് ബേസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് എന്താണ് എന്നത് കുറേ ഡേറ്റ കളക്ഷൻ വേണ്ടി വരും, അത് അനലൈസ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഈസ് ഹാവിങ് വെരി ഡിഫിക്കൽട്ടി. ഒരു ഡേറ്റ ഗ്യാതറിംഗ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. സോ ദാറ്റ് ഈസ് അനദർ ഡിമെറിറ്റ്. ആൻഡ് ഡിഫിക്കൽട്ട് ഇൻ മെഷറിംഗ് ദ പെർസെപ്ഷൻ അക്യുറേറ്റ്ലി. നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു സർവേ നടത്തുന്നു അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് റിസർച്ചിലൂടെയാണ് പെർസെപ്ഷൻ കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമ്മൾ തന്നെ പലയിടത്തും സർവേസ് കാണാറുണ്ട്. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ ഫസ്റ്റ് തന്നെ ചിലപ്പോൾ ഒരു സർവേ ഒക്കെ വരും, നമ്മൾ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. അല്ലെങ്കിൽ ചുമ്മാ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ വെറുതെ നമ്മൾ മാർക്ക് ചെയ്ത് വിടും. അത് നമ്മുടെ പെർസെപ്ഷൻ ആവണമെന്നില്ല. ഇതെല്ലാമാണ് ഒരു റിസർച്ചായിട്ട് പല കമ്പനീസും അഡോപ്റ്റ് ചെയ്യുന്നത്. സോ അക്യുറേറ്റ് മെഷർമെൻറ്റ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ കസ്റ്റമേഴ്സ് വേറെ എന്തെങ്കിലും തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അതിന് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ കൊണ്ട് നമുക്ക് അക്യുറേറ്റ് ആയിട്ടൊരു അവരുടെ പെർസെപ്ഷൻ അറിയാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് അനദർ ഡിമെറിറ്റ് ഓഫ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എന്താണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ് കണ്ടു. അതേപോലെ വാട്ട് ആർ ദി മേജർ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് കോസ്റ്റ് ആൻഡ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ ഒരു ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്ങിൽ നമ്മൾ ജസ്റ്റ് കോസ്റ്റ് ഫാക്ടർ മാത്രം നോക്കുന്നു, എന്താണ് അതിന് വന്ന ചാർജ് ഇത് മാത്രം നോക്കുന്നു. എന്നാൽ വാല്യൂ ബേസ്ഡിലാണെങ്കിൽ കസ്റ്റമറിൻ്റെ പെർസെപ്ഷൻ എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. കോസ്റ്റ് ബേസിൽ പ്രൈസസ് മിക്കവാറും കുറവായിരിക്കും. നമ്മൾ കോസ്റ്റ് എത്ര പ്രൊഡക്റ്റിന് കോസ്റ്റ് ഉണ്ടായി അതിന് ചെറിയൊരു മാർജിനല്ലേ കൂട്ടിയെടുക്കുന്നുള്ളൂ. നോർമലി പ്രൈസ് കുറവായിരിക്കും. പക്ഷേ വാല്യൂ ബേസിൽ നമ്മൾ വാല്യൂ വളരെ കൂടുതലുള്ള പ്രൊഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യും, വലിയ പ്രൈസ് ഫിക്സ് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ ഹയർ പ്രൈസ് ആവാൻ ഒരു ചാൻസ് ഉണ്ട് ബേസ്ഡ് ഓൺ ദി കമ്പയർഡ് ടു ദി കോസ്റ്റ് ബേസ്ഡ്. ഓക്കെ, ദെൻ ഫേം ഓറിയൻറ്റഡ് അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്. നമ്മൾ റോ മെറ്റീരിയൽസിന് എത്ര ചാർജായി, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് പ്രൊഡക്ഷൻ എക്യുപ്മെൻറ്റ്സിന് എത്രത്തോളം ചാർജായി, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ഫേമിന് എന്തെല്ലാം ചാർജ് വന്നു. ഫേം ഓറിയൻറ്റഡ് ആയിരിക്കും ഒരു കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്. എന്നാൽ വാല്യൂ ബേസ്ഡിലാണെങ്കിലോ കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. കസ്റ്റമറിന് എന്താണോ പ്രൊഡക്റ്റ് വേണ്ടത്, അവരുടെ പെർസെപ്ഷൻ എന്താണ്, അതിനെ ബേസ് ചെയ്ത് നമ്മുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. നോർമലി നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, നോൺ സ്റ്റാൻഡർഡൈസ്ഡ് അല്ലെങ്കിൽ നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാമില്ലേ, അതിനെല്ലാമാണ് നമ്മൾ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്. ഒരു പേന അല്ലെങ്കിൽ ഒരു ബുക്ക്, അതിനൊന്നും വലിയ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് വേണമെന്നൊന്നും നമുക്ക് കൺസിഡറേഷൻ ഇല്ല. അങ്ങനത്തെ പ്രൊഡക്റ്റിനൊക്കെയാണ് നമ്മൾ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് ചെയ്യുന്നത്. എന്നാൽ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ആപ്പിൾ, റോൾസ് റോയ്സ്, ടൈറ്റൻ, അങ്ങനെ ഓരോന്ന് വരുമ്പോൾ ആണ് നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ ബേസ്ഡ് പ്രൈസിങ്ങിലേക്ക് പോകുന്നത്. സോ സീയിങ് ദ ഡിഫറൻസ്, ദീസ് ആർ ദ മേജർ ഡിഫറൻസ്. ഇനിയും ഉണ്ട് കാൽക്കുലേഷൻ ഈസിയർ ആണ് കോസ്റ്റ് ബേസിൽ. എന്നാൽ കസ്റ്റമറിൻ്റെ പെർസെപ്ഷൻ അറിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ദ കാൽക്കുലേഷൻ ഇസ് വെരി ഡിഫിക്കൽട്ട് ഇൻ കേസ് ഓഫ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. അങ്ങനെ പല കാര്യങ്ങളും ഇതിന് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. സോ ദീസ് ആർ ദ മേജർ ഡിഫറൻസ് ഓഫ് എ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് ആൻഡ് എ വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. സോ ടുഡേ വി ഹാവ് ഡിസ്കസ്ഡ് what are the major types of pricing policy, on which we have discussed the cost oriented pricing policy and value based pricing policy. Next day we will be dealing with the demand and competition oriented pricing policy. In cost we have seen the 4 types of cost oriented pricing: the cost plus, target pricing, break even and marginal cost. Then we have discussed the merits and the demerits of cost oriented pricing. Then the value based pricing, what are the merits and the demerits and the difference between these cost based and the value based pricing. So tomorrow we can, or the next day we can deal with the demand oriented pricing and the competitors oriented pricing. Okay, so that's all for the day. If you have any doubts, just message me. Okay, thank you then. Meet you in the next lecture.